നമസ്കാരം. വിഷ്ണോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഇനി കൊടുംചൂടിൻ്റെ ദിവസങ്ങൾ. 2025 കഴിഞ്ഞ വർഷത്തേക്കാളും ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇനി വരുന്നത് കൊടും ചൂടിൻ്റെ ദിവസങ്ങൾ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് ശക്തിയാകുമെന്ന് മുന്നറിയിപ്പ്. 2025 കഴിഞ്ഞ വർഷത്തേക്കാളും ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. സാധാരണയിലും കൂടുതൽ ചൂടാണ് ജനുവരിയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2024 സംസ്ഥാനത്ത് ഏറ്റവുമധികം ചൂട് രേഖപ്പെടുത്തിയത്. 2023 തൊട്ടു പിന്നിലുള്ള വർഷം. എന്നാൽ മുൻ വർഷങ്ങളെക്കാളും ഈ വർഷം ചൂട് കനക്കും. ജനുവരിയിൽ തന്നെ ചൂട് കൂടുന്ന സ്ഥിതിയാണ് നിലവിൽ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജനുവരി മുതലേ ശക്തമായ ചൂട് തുടങ്ങി. കണ്ണൂർ വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ 36.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട്. കോട്ടയത്ത് 36.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരളത്തിൽ അടുത്തടുത്ത വർഷങ്ങളിലായി താപനില ക്രമേണ ഉയരുന്ന പ്രവണതയാണ്. മുൻപ് മാർച്ച് മാസം മുതലാണ് ചൂട് വർദ്ധിച്ചിരുന്നതെങ്കിൽ 2023-24 വർഷങ്ങളിൽ ജനുവരി മുതലേ ചൂടിൻ്റെ കാഠിന്യമുണ്ട്. 2025 തുടക്കത്തിലും ഈ സ്ഥിതി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ ഇടവിട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂടിൻ്റെ കാര്യത്തിൽ നേരിയ ശമനമേ വരുത്തുള്ളൂ. എല്ലാ ജില്ലകളിലും പൊതുവെ താപനില പകൽ ഉയർന്നു നിൽക്കും. എൽ നിനോ പ്രതിഭാസം വിട്ടുപോയെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഉത്തരായനകാലം തുടങ്ങിയതിനാൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതും ചൂട് കൂടുന്നതിന് കാരണമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തം വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ട കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തുക. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. തുടർന്നും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.